ഹലോ ഗൈസ്, ഇപ്പം സമയം ഉച്ചയ്ക്ക് ശേഷം 2:30 ആയതുകൊണ്ടും ഇനിയും വിശപ്പ് സഹിച്ചിരിക്കാൻ മാത്രമുള്ള ത്രാണി എൻ്റെ വയറിനില്ലാത്തതുകൊണ്ടും നേരതാ ഫുഡ് കോർട്ടിലേക്ക് വെച്ച് പിടിച്ചു. കുറേ നാളായിട്ടോ ഇവിടെ വന്നിട്ടൊരു മീൽസ് കഴിച്ചിട്ട്. ചേച്ചി നമുക്ക് വിഭവസമൃദ്ധമായ ഫുഡ് എടുത്ത് വന്നിട്ടുണ്ട്. 2 തരം, 2 കപ്പിൽ സാമ്പാർ കിട്ടിയിട്ടോ. പിന്നെ ഒരു മീൻകറിയുണ്ട്, അവിയലുണ്ട്, പയറും തോരനുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. പപ്പടം കണ്ടോ, പകുതിയേ ഉള്ളൂ. നമ്മൾ എവിടെ കലാപരിപാടി അവതരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ, സാധാരണ ഇതും കിട്ടാറില്ല, ഇന്ന് കിട്ടിയത് മെച്ചം. അപ്പം പിന്നെ എല്ലാം കൂടിയുണ്ട് ഒരു പിടുത്തം പിടിക്കുകയല്ലേ. നല്ല രുചിയുണ്ട് കേട്ടോ. വിശന്ന് കഴിക്കണോണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിലും എനിക്ക് സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഉണ്ട ടൈപ്പുള്ള റൈസ് ഉണ്ടല്ലോ, അതൊട്ടും ഇഷ്ടമല്ല. പിന്നെ സാമ്പാറൊക്കെ ഉള്ളതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടും ഞാൻ അത്യാവശ്യം കഴിക്കും തന്നെ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇരുന്ന് കഴിക്കുകയാണ്. ഈ സൈബർ പാർക്കിലെ ഫുഡ് കോർട്ട് ഇത്രയും വലുതാണെങ്കിൽ പോലും എനിക്കിതാ ഈ വിൻഡോ സീറ്റ് തന്നെ വേണം കേട്ടോ. ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേറെ വൈബ് തന്നെയാണ്. പുറത്ത് അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആരും ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്കായാലും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ കാര്യം ഇത് മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു തരി വെയിലുണ്ടെങ്കിൽ പോലും നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാവേ. കണ്ടോ, നല്ല രസമല്ലേ, നിറയെ മരങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗാർഡനിങ്ങും ഇവിടുത്തെ ക്ലീനിങ്ങും ആണ്. അത് അടിപൊളിയാണ് കേട്ടോ. ഇതാ നേരെ കാണുന്നതാണ് NH ബൈപ്പാസ്. അങ്ങനെ പാത്രമൊക്കെ നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കണം. ചെറിയ പാത്രങ്ങൾ വേറെ, വലിയ പാത്രങ്ങൾ വേറെ. അതൊക്കെ കഴിഞ്ഞ് കൈ കഴുകി കുറച്ചു നേരം പുറത്ത് വന്നിരുന്ന് കുറച്ചു നേരം റിസപ്ഷനിൽ ഇരുന്ന് അപ്പോഴേക്കും നമുക്ക് തിരിച്ചു കയറാനുള്ള സമയമായി. അങ്ങനെ ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് കയറുവാണ്. അപ്പം ഇന്നത്തെ കഥ പറച്ചിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ.